കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുന്നുണ്ട്. ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതലൊരു ഭംഗിയുണ്ട്. എന്തെന്നറിയാത്തൊരു സൗന്ദര്യമാണ് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്ക്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സുന്ദര രൂപം എല്ലാവരും മനസ്സിലൊന്ന് വിചാരിച്ചു നോക്കൂ. ആ സുന്ദര രൂപമാണ് നട തുറന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആ ഭക്തന്മാർക്കെല്ലാവർക്കും മനസ്സിൽ ആനന്ദത്തിൽ ആഹ്ലാദത്തിൽ ആറാടി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി ആ കണ്ണനെ കെട്ടിപ്പിടിക്കാൻ കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആ സുന്ദരമൂർത്തിയെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ? എല്ലാവരും ആ സച്ചിദാനന്ദ കട്ടയെ മനസ്സിൽ വിചാരിക്കുക. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ. എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് ആ ഭഗവാൻ കയറി വരും. ആ ഭഗവാൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആ കണ്ണനൊന്ന് കൂട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും. എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മൾ എപ്പോഴും 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 ചൊല്ലുക. ആ കണ്ണനത് കേൾക്കും, കേൾക്കാതിരിക്കാൻ പറ്റില്ല. കണ്ണൻ ആശ്രിത വത്സലനാണ്, ഭക്തവത്സലനാണ്. അപ്പോൾ ആ കണ്ണൻ നമ്മൾ കൊടുത്ത സ്നേഹത്തിൻ്റെക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി വന്ന് നമുക്കൊരു മുത്തൊക്കെ തന്ന് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുറപ്പാണ്, സംശയം വേണ്ട. ആ കണ്ണനെ വിചാരിച്ചോളൂ, സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ കണ്ണനെ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ ഏകാദശി ദിവസമാണ്, ഗീതാദിനമാണ്, പ്രതിഷ്ഠാദിനമാണ്. 33 ദേവതകളുടെയും സാന്നിധ്യം ഇന്ന് ക്ഷേത്രത്തിലുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു ദർശനം കൊണ്ട് നമുക്ക് എല്ലാവരുടെയും വാരിക്കോരി അനുഗ്രഹം ഉണ്ടാവും. എല്ലാ ദേവതകളും നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദേവതകളെയും പ്രാർത്ഥിച്ചോളൂ. എല്ലാ ദേവതകളും നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് യാതൊരു സംശയവുമില്ലാതെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം, നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തണം. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറിത്തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തുസൂക്ഷിച്ച് നമ്മുടെ വരും തലമുറകൾക്ക് കൈമാറി അവരെയും ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കണം. അതുകൊണ്ട് ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തുക, ജപിക്കുക. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.